ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ എ പത്മകുമാറിനെതിരെ നിർണായക കണ്ടെത്തലുമായി റിമാൻഡ് റിപ്പോർട്ട്. തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്നാണെന്നും കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ നേരത്തെ തന്നെ പത്മകുമാർ ഇടപെടൽ നടത്തിയെന്നും റിപ്പോർട്ട്. 2019 ഫെബ്രുവരിയിൽ ബോർഡിന് മുന്നിൽ പത്മകുമാർ വിഷയം അവതരിപ്പിച്ചു. ഉദ്യോഗസ്ഥ തലത്തിൽ നടപടി തുടങ്ങിയത് അതിനുശേഷമെന്നും റിമാൻഡ് റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എ പത്മകുമാറിനായി കസ്റ്റഡി അപേക്ഷ നൽകാൻ SIT N വാസുവിനായും കസ്റ്റഡി അപേക്ഷ നൽകും. മൂന്നാമത്തെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ടും ഹൈക്കോടതിയിൽ ഉടൻ നൽകും. പത്മകുമാറിന്റെ അറസ്റ്റ് സർക്കാരിനുണ്ടാക്കിയ പ്രതിസന്ധി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. PV അൻവറിന്റെ വീട്ടിൽ ED റെയ്ഡ്. ED സംഘം എത്തിയത് മലപ്പുറം ഒതായിയിലെ വീട്ടിൽ. KFC വായ്പയടക്കം സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ആരോപണങ്ങളിൽ പരിശോധന. SIR-ൽ ഇന്ന് നിർണായകം. ഹർജികൾ സുപ്രീം കോടതിയിൽ. സംസ്ഥാന സർക്കാരിന്റെ ഹർജിയും പരിഗണനയ്ക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണത്തിന് സമയപരിധി ഇന്ന് അവസാനിക്കും. സൂക്ഷ്മ പരിശോധന നാളെ. ഇനിയും പലയിടത്തും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാകാതെ മുന്നണികൾ. വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടലിൽ തിരുവനന്തപുരം മേയറുടെ ഓഫീസിന്റെ ഇടപെടലിന് തെളിവ്. ഇടപെട്ടത് ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് എന്നതിന് തെളിവായി ദൃശ്യങ്ങൾ. വൈഷ്ണ രേഖപ്പെടുത്തിയ TC നമ്പറിലെത്തി വിവരം ശേഖരിച്ചത് മേയറുടെ ഓഫീസിലെ ജീവനക്കാർ. വൈഷ്ണയുടെ വോട്ട് വെട്ടിയത് ഈ രേഖ ഉപയോഗിച്ചാണെന്ന് വിവരം. തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു. രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനും ഡ്രൈവർ അജീഷിനുമാണ് വെട്ടേറ്റത്. ആക്രമണത്തിന് പിന്നിൽ സാമ്പത്തിക തർക്കം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ഇന്ന് നിർണായക ദിനം. വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് തിരുവനന്തപുരം വിജിലൻസ് കോടതി റദ്ദാക്കിയതിനെതിരെ അജിത് കുമാർ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിധി പറയും. മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ നീക്കണമെന്ന സർക്കാരിന്റെ ഹർജിയിലും കോടതി തീരുമാനമെടുക്കും. കർണാടക കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി തർക്കം. DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ഒരു വിഭാഗം. ശിവകുമാറിനായി പ്രമുഖ MLA-മാർ ഡൽഹിയിൽ. നേതൃമാറ്റ ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിൽ വയ്ക്കുമെന്ന് രാമനഗര MLA ഇക്ബാൽ ഹുസൈൻ ന്യൂസ് 18നോട്. സോഹ്റാൻ മംദാനി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച ഇന്ന്. ന്യൂയോർക്കിലെ ജനങ്ങൾക്ക് വേണ്ടി ആരുമായും ചർച്ചയ്ക്ക് തയ്യാറെന്ന് മംദാനി. കമ്മ്യൂണിസ്റ്റ് എത്തുന്നുവെന്ന് വിശേഷിപ്പിച്ച് വൈറ്റ് ഹൌസ് വാർത്താക്കുറിപ്പ്. വിജയത്തിന് ശേഷം മംദാനി പ്രസിഡന്റിനെ കാണുന്നത് ഇതാദ്യം. അശാന്തമായി നേപ്പാൾ. മുൻ ഭരണപക്ഷ അനുകൂലികളും ജെൻസി പ്രക്ഷോഭകാരികളും തമ്മിൽ സംഘർഷം തുടരുന്നു. പല സ്ഥലങ്ങളിലും കർഫ്യൂ. ജനങ്ങളോട് സംയമനം പാലിക്കണമെന്ന് താൽക്കാലിക പ്രധാനമന്ത്രി സുശീല കർക്കി.